ഒരുപാട് ആശങ്കകൾ, വെല്ലുവിളികളൊക്കെ പാർട്ടിക്ക് മുൻപിലുണ്ടെങ്കിലും അതിനെയൊക്കെ പിണറായി വിജയന്റെ സാന്നിധ്യം കൊണ്ട് അതിജീവിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രത്യാശ, എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ പ്രവർത്തകർക്കുണ്ട്. ഇതിലേതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് വിനീത. ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അത് വി കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏറ്റവും ഒടുവിൽ അത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി.കെ. ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചാണെങ്കിലും ജി സുധാകരനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒട്ടനവധി വിഷയങ്ങൾ അത് CPM-നെതിരെ അല്ലെങ്കിൽ LDF-നെതിരെ സജീവമായുണ്ട്. പക്ഷെ അതിനെയൊക്കെ എങ്ങനെ മറികടക്കും? അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വികസന രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെ വീണ്ടും ഒരു LDF സർക്കാരിന് വേണ്ടി ശ്രമിക്കാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചാരണം എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോൾ പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മട്ടന്നൂർ വിമാനത്താവളത്തിലേക്ക് ഇറങ്ങിയത് വിനീത. അതിനുശേഷം അദ്ദേഹം വാഹനത്തിൽ ഇതാ റോഡ് ഷോയായി മുന്നോട്ട് നീങ്ങുകയാണ്. വിമാനത്താവളത്തിന്റെ ആ ഭാഗത്ത് നിന്ന് അദ്ദേഹം പുറത്തു കടന്നിട്ടില്ല. അല്പസമയത്തിനകം ഈ ഭാഗത്ത് നിന്ന് അദ്ദേഹം പുറത്തു കടക്കുകയും ശേഷം അഞ്ചരക്കണ്ടിയിൽ നിന്ന് പിണറായിയിലേക്ക് ഒരു റോഡ് ഷോ, അത് വലിയൊരു റോഡ് ഷോയായി തന്നെ, ഒരു ജനസഞ്ചയം, ഒരു ജനസാഗരമുള്ള റോഡ് ഷോയായി തന്നെ മുന്നോട്ട് നീങ്ങുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഈ വിമാനത്താവളത്തിലേക്ക് എത്തിയ കുറച്ച് പ്രവർത്തകർ മാത്രമാണുള്ളത്. കുറച്ച് എന്ന് പറയുമ്പോഴും വലിയൊരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം. കാറുകളിലും ബൈക്കുകളിലുമായി പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. വഴിയോരങ്ങളിലെല്ലാം പ്രവർത്തകർ കാത്തുനിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ധർമ്മടം മണ്ഡലം വരെ, അതായത് പിണറായി വരെ ഈ റോഡ് ഷോ നീങ്ങും. അവിടെ വെച്ചാണ് ഈ പൊതുയോഗം ഉണ്ടാവുക. മുഖ്യമന്ത്രി സംസാരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ അദ്ദേഹം സംസാരിക്കാനുള്ള സാധ്യത ഇന്നത്തെ സാഹചര്യത്തിലില്ല. പക്ഷേ പ്രവർത്തകരെ സംബന്ധിച്ച്, ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആവേശമാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ വരവ് അത് പ്രവർത്തകർക്ക് വലിയ ഊർജ്ജം നൽകുന്നു. ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിട്ടതും തുടർന്നുണ്ടായ ആരോപണങ്ങളും ഒക്കെ തന്നെയാണ്. അങ്ങനെ കണ്ണൂരിൽ കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. അത്തരം പ്രതിസന്ധികൾക്കൊക്കെ ഇടയിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ കണ്ണൂരിലെത്തി അതിനെയൊക്കെ കവച്ചുവെക്കുന്ന രീതിയിൽ പാർട്ടിയുടെ ഒരു ശക്തി പ്രകടനമാക്കി റോഡ് ഷോയെ മാറ്റുന്നത്. AK അഭിലാഷ്, തീർച്ചയായിട്ടും പാർട്ടിക്ക് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ ഈ കളത്തിലേക്ക് ഇറങ്ങുന്നതോടുകൂടി തന്നെ ആ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം LDF പ്രവർത്തകർക്കുണ്ട്. പ്രത്യേകിച്ച് CPM പ്രവർത്തകർ ആ നിലയിൽ തന്നെയാണ് പിണറായി വിജയന് വലിയ തരത്തിൽ ആവേശോജ്ജലമായ ഒരു സ്വീകരണം നൽകിയിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് തന്നെ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ അഞ്ചരക്കണ്ടിയിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നും വലിയ തരത്തിൽ പ്രവർത്തകർ ഈ റോഡ് ഷോയ്ക്കൊപ്പം ചേരും. ഇതോടുകൂടി തന്നെ വലിയൊരു ജനപ്രവാഹമായി തന്നെ ഇത് മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉൾപാർട്ടി പ്രശ്നങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ക്യാപ്റ്റൻ ഇവിടെ എത്തുമ്പോൾ കഴിയും. ഏതായാലും മണ്ഡലത്തിന്റെ കൺവെൻഷൻ നാളെ വൈകിട്ട് 5 മണിയോട് കൂടിയായിരിക്കും. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പായി തന്നെ ജില്ലയിലുള്ള CPM നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അദ്ദേഹം പരിഹാരം കാണും എന്ന് തന്നെയാണ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകാൻ പിണറായി വിജയന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അവർ പറയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രചാരണ പരിപാടികൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷെ ഇത് റോഡ് ഷോയായി ആസൂത്രണം ചെയ്തിരുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് നേരത്തെ KK രാഗേഷ് പറഞ്ഞത്. പക്ഷേ അത്രയേറെ ആളുകളാണ് ഇപ്പോൾ പിണറായി വിജയനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ടായിരിക്കും പിണറായിയിലേക്ക് എത്തുക എന്നാണ് അറിയുന്നത്. ആ സമയത്ത് തന്നെ അവിടെ ഒരു പക്ഷേ അദ്ദേഹം പ്രതികരിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആവേശോജ്ജലമായ ഒരു പ്രതികരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു. വികസന നായകന് 3ാം അംഗത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളെന്നും ലഭിക്കാത്ത ഒരു ഭൂരിപക്ഷം ലഭിക്കും എന്ന് തന്നെയാണ് നേതാക്കളടക്കം പറയുന്നത്. കാരണം ഏതാണ്ട് 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ നേടിയെങ്കിൽ അതിനേക്കാളേറെ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് വീണ്ടും എത്തിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ 3ാം വട്ടവും അധികാരത്തിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്. അതിനാവശ്യമായ പ്രവർത്തനം ഈ മണ്ഡലത്തിൽ ധർമ്മടത്തിൽ തന്നെ ആരംഭിക്കും, തുടക്കം കുറിക്കും എന്നുള്ള വലിയ തരത്തിലുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ അവർ മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഏതായാലും വികസന നായകൻ ഇപ്പോൾ കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം സ്വന്തം നാടായ പിണറായിയിലേക്ക് പോവുകയാണ്. വലിയ തരത്തിലുള്ള പ്രവർത്തകരുടെ ആവേശോജ്ജലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തത്. ഏതായാലും ഓരോ സമയം കഴിയും തോറും കൂടുതൽ പ്രവർത്തകർ ഈ മാർച്ചിന്റെ ഭാഗമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. വലിയ തരത്തിൽ ജനത്തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഒറ്റ വാക്കായി, ഒറ്റ നേതാവായി പിണറായി വിജയൻ
വിജയൻ മാറുന്നു. ആ പ്രതീക്ഷ തന്നെയാണ് LDF-ന് മൂന്നാം തവണയും ഭരണ സ്വപ്നം നൽകുന്നതും എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വിനീത. ഒത്തുചേരണം ചോരയുള്ള മക്കളെ നമ്മൾ ഒത്തുചേരണം കൊടി പിടിച്ച കൈകളാൽ കനലരിഞ്ഞ നെഞ്ചിനാൽ കൊടി പിടിച്ച കൈകളാൽ കനലരിഞ്ഞ നെഞ്ചിനാൽ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം. പക്ഷേ ദേവാനൂരുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും